എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2026 നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. നമുക്ക് പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനിടയിൽ കുടുംബത്തിന്റെ സുരക്ഷയും നിക്ഷേപവും ഒരുപോലെ നടത്താൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഒരു വശത്ത് ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ പണം വർദ്ധിപ്പിക്കാനുള്ള നമ്മുടെ നിക്ഷേപം. ഇത് മൂന്നും ഒരുമിച്ച് നോക്കി നടത്തുക എന്നത് പലർക്കും ഒരു തലവേദനയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് മൂന്നും ഒരു പവർ പാക്കേജായി നമുക്ക് ഒരുമിച്ച് കിട്ടിയാലോ? ഇന്ന് നമ്മൾ ക്രെഡിറ്റ് ആൻഡ് കെയറിൽ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ഷിനോദ് സർ, നമ്മൾ പുതുവർഷത്തിലൊരു നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു യൂലിപ്പ് ഒരു ഉപകാരപ്രദമാവുന്നത്? യൂലിപ്പ് ഉപകാരപ്രദമാവുന്നത് പ്രധാനമായിട്ടും നമ്മളെ മലയാളീൻ്റെ ഒരു നേച്ചറുണ്ട്. നമ്മൾ 2 ആഴ്ച ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ നമുക്കെല്ലാം എന്ന് വെച്ചാൽ ഒരു ആരംഭ ശൂരത്തേ ഉള്ളൂ. ഉദാഹരണത്തിന് ന്യൂ ഇയർ ആണ് വരുന്നത്. കുറേ ആളുകളൊക്കെ റെസൊല്യൂഷൻ എടുക്കും. ഞാൻ നിക്ഷേപിച്ച് അങ്ങോട്ട് തുടങ്ങും എന്നൊക്കെ തീരുമാനിക്കും, നന്നാവാൻ തീരുമാനിക്കും. എല്ലാം 1-ാം തീയതി ആവാൻ വേണ്ടി, ജനുവരി 1-ാം വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വിച്ചിട്ട് പോലെല്ലാം നന്നാവാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ നമ്മൾ യൂലിപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു നിക്ഷേപം വേണം, അപ്പം വ്യത്യസ്ത കാര്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പകരം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കിട്ടും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും, കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ചില ബെനിഫിറ്റുകളും കിട്ടും എന്നൊക്കെ കണ്ടിട്ട് യൂലിപ്പിന് പോകാൻ വേണ്ടി എല്ലാവരും തീരുമാനിക്കും, അല്ലെങ്കിൽ ഇത്ര നിക്ഷേപ മാർഗങ്ങളിൽ പോകും. പക്ഷേ എത്ര പേരിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ സംഗതി തന്നെയാണ് യൂലിപ്പിനെ ആകർഷകമാക്കുന്നതും. കാരണം എന്താണെന്നറിയോ, യൂലിപ്പിൽ ഒരു ലോക്കുണ്ട്, 5 വർഷത്തേക്കുള്ള ലോക്കുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് മോളുടെ പേരിൽ 10,000 ഇട്ട് പോവുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഈ 5 വർഷത്തിലായിരിക്കും ആ യൂലിപ്പ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ചാർജുകളൊക്കെ എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പോൾ നമുക്ക് ആണല്ലോ നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാം. നമുക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. ഉദാഹരണത്തിന് എനിക്കൊരു ടേം ഇൻഷുറൻസ് വേണം ഇൻഷുറൻസിന്, എനിക്ക് സമ്പത്തിന് വേണ്ടെങ്കിൽ ഭാവിക്കായിട്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വേണം, എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇപ്പം പുതിയൊരു പേരും കൂടി എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട്, MLP. ഈ യൂലിപ്പ് പോലെ തന്നെ MLIP അങ്ങനെ എന്തോ ആണ്, മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനാണ്. അപ്പം ഈ മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് യൂലിപ്പ് തന്നെയാണ്, ഒരു പുതിയ പേരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. യൂലിപ്പ് എങ്ങനെയുള്ള ആളുകൾക്കാണ് പറ്റുക? നമുക്ക് വ്യക്തമായ അറിവോ ധാരണയോ ഇല്ല, എന്നാൽ നമുക്ക് ഇതെല്ലാം വേണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ആ തലവേദന നിന്ന് എടുക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് യൂലിപ്പ് നല്ലൊരു ഓപ്ഷനാണ്. അധികം ടെൻഷനൊന്നുമില്ലല്ലോ, ഒറ്റ പ്രീമിയം അങ്ങോട്ട് അടച്ചു പോയാൽ മതി. ആ പ്രീമിയത്തിൽ എന്ത് കിട്ടും? നമ്മളിപ്പം ലക്ഷ്യം വയ്ക്കുന്ന സംഗതി നമുക്കവിടെ നിക്ഷേപമായിട്ട് വർക്കാവും. ഈ കാലയളവിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ കവറേജ് ഉണ്ട്, നമ്മുടെ ഫാമിലിക്കുള്ള പണം കിട്ടും. പിന്നെ നമ്മളതിന് ഹെൽത്ത് റൈഡർ ഉണ്ട്. ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസിന് റീപ്ലേസ്മെൻ്റ് അല്ല യൂലിപ്പ്, ഹെൽത്ത് റൈഡറുകൾ കിട്ടും. ആ റൈഡറുകൾ നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മളല്ല, നമുക്ക് ശേഷം നമ്മുടെ കുടുംബത്തിനെ സഹായിക്കാനുള്ള ചില ക്ലോസുകളും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ബാക്കിയുള്ള പ്രീമിയം എഴുത്തള്ളാനും അങ്ങനെയുള്ള കുറേ ക്ലോസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹെൽത്ത് റൈഡർ കൂടി വരുമ്പോൾ ഈ ഒരു കോംബോ നമുക്ക് ചിലർക്ക് അത് മാച്ചാവും. കാരണം ആ കോംബോ വെച്ച് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു 3-in-1 ആണ്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കോട്ടിൻ്റെ ഉള്ളിൽ പറയണം, പരിപൂർണമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒരിക്കലും ഇതിന് ഈക്വൽ അല്ല. അപ്പോൾ ഈ 3 എണ്ണം കിട്ടുമെന്നതുകൊണ്ട് എന്താണ് ഈ സംഗതി യൂലിപ്പ് നല്ലൊരു നിക്ഷേപമാണ്. അപ്പോൾ നമ്മളവിടെ ക്വസ്റ്റ്യൻ, ആരാണ് യൂലിപ്പിൽ നിക്ഷേപിക്കേണ്ടത്? മേൽപ്പറഞ്ഞ ആളുകളാണ്. എന്ത്, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കമ്പൽഡ് ആയിട്ട് മാത്രമേ നമ്മൾ നിക്ഷേപം നടത്തൂ എന്ന് തോന്നുന്ന ആളുകൾക്ക് യൂലിപ്പ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല, കൂടുതൽ വളർച്ച, കൂടുതൽ സുരക്ഷ എന്നതൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന ആളുകൾക്ക് ഇത് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്ന നല്ലത്. ഒരു ടേം ഇൻഷുറൻസ് എടുത്താൽ കുറഞ്ഞ പൈസ കൊടുത്താൽ മാക്സിമം എന്ത് കിട്ടും? നമുക്ക് എപ്പോഴും ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലാണ് കിട്ടുന്നത്. ആ പണം മാക്സിമം കിട്ടണമെങ്കിൽ, ഉദാഹരണത്തിന് 5 കോടി 10 കോടി 50 കോടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ടേം ഇൻഷുറൻസ് ഒറ്റയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പണത്തിൽ, യൂലിപ്പിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിൽ ഒരു ഭാഗം ഇൻഷുറൻസിനും ഒരു ഭാഗം നിക്ഷേപത്തിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി വരുമ്പം രണ്ടിനോട് നീതി പുലർത്താൻ പറ്റാത്തൊരു സാഹചര്യം വരും. പക്ഷേ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടും ഒരു ടേം ഇൻഷുറൻസും എടുത്താൽ നമുക്ക് ഇതേ ബെനിഫിറ്റ് അതിൻ്റെ മാക്സിമത്തിൽ കിട്ടും.
ഇവിടെ നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് യുലിപ്പിനുള്ള പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ 3 എടുത്താൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ 3 എടുക്കുന്നത് കൊണ്ടുള്ള കൂടുതൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഒരു യുലിപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ATC അനുസരിച്ചുള്ള ടാക്സ് ആനുകൂല്യങ്ങളാണ്. ടാക്സ് ആനുകൂല്യം കിട്ടും. പക്ഷേ ഇപ്പം ന്യൂ ടാക്സ് റെജീമായി. ഇപ്പം നമുക്കത് വലിയ അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല. പിന്നെ ഈ യുലിപ്പ് മെച്ചുവേർഡായി കിട്ടുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു 2.5 lakh ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള ടാക്സ് മാത്രം കൊടുത്താൽ മതി. അപ്പം നികുതി ആനുകൂല്യം കുറച്ച് എവിടെ അധികം കിട്ടും? യുലിപ്പിൽ അധികം കിട്ടും. പിന്നെ നമുക്ക് ഫണ്ട് സ്വിച്ചിങ് ഒക്കെ എളുപ്പമാണ്, താരതമ്യേന എളുപ്പമാണ്. കാരണം നമുക്കിപ്പം നിലവിലുള്ള ഏറ്റവും മോഡേൺ ഇത്തരം യുലിപ്പ് പ്രൊഡക്റ്റുകളിലൊക്കെ നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ആപ്പുകളിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും. മാർക്കറ്റിൻ്റെ മൂഡിനനുസരിച്ച് നമുക്കത് ഏതിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. കടപത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട്, സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ കുടുംബത്തിനുള്ള പരിരക്ഷയും കിട്ടുന്നുണ്ട്. കാരണം കുടുംബത്തിന് ഒരു ഭാഗത്ത് നിക്ഷേപമുണ്ട്. ഇപ്പോൾ ടേമിൽ അതില്ലല്ലോ. ടേമിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലല്ലേ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് നിക്ഷേപമുണ്ട്. ഈ പണം നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കിട്ടുന്നതിൽ പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഏതൊക്കെ കോമ്പിനേഷൻ? പണം നിക്ഷേപിക്കാണ്. ടേം എടുക്കുമ്പോൾ മലയാളി എപ്പോഴും ചിന്തിക്കുന്നറിയോ, ഞാൻ ആ പൈസ വെറുതെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മലയാളി എന്താ ചിന്തിക്കുന്നറിയോ, എനിക്ക് കഴിഞ്ഞാലൊന്നും സംഭവിച്ചില്ല, ഞാൻ ഇക്കൊല്ലം പുതുക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുക. വാസ്തവത്തിൽ ഇതൊരു നമ്മൾ എന്തെങ്കിലും സംഭവിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ. സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് നമ്മൾ ഓരോ ഇൻഷുറൻസ് കവറേജും നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് എനിക്കിതുവരെ ഒന്നും സംഭവിച്ചില്ല, ഞങ്ങൾക്ക് എല്ലാ കൊല്ലം കഴിഞ്ഞ് 5 വർഷമായിട്ട് 25,000 വെച്ച് അടച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പൈസ 1.25 ലക്ഷം പോയി എന്നാണ് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതുപോലെ ടേമിൽ ഞാൻ അതിൻ്റെ പൈസ എടുക്കാൻ എനിക്കും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ഈ പൈസ തിരിച്ച് കിട്ടൂലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ തിരിച്ച് കിട്ടൂലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉത്തരമാണിത്. കാരണം അവർക്ക് ഈ പൈസ തിരിച്ച് കിട്ടും. പിന്നെയോ ഒരു പ്രീമിയം അടച്ചാൽ മതി. ഈ ഒരു പ്രീമിയം അടച്ചാൽ ഈ ഓൾമോസ്റ്റ് ഈ 3 കാര്യങ്ങളും ഒരു പരിധി വരെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൂടാതെ നമ്മൾ ഫോഴ്സ്ഡാണ്. കാരണം ലോക്കിൻ പീരീഡ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്തായാലും അടച്ചു പോകുമല്ലോ. 5 കൊല്ലമൊക്കെ ഒരു സാധനം അടച്ചു പോയി ഞാൻ ശീലത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിക്കോളും. പക്ഷേ ഇതിലൊരു അപകടം, ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന അപകടം എന്താ അറിയോ, 5 വർഷത്തെ ലോക്കിൻ പീരീഡ് കഴിഞ്ഞ് ഇത് എടുക്കാമെന്നറിയല്ലോ. അപ്പോൾ ഈ 5 വർഷത്തെ കാര്യം നോക്കുമ്പോൾ ഇവനിത് നോക്കുമ്പോൾ ഫണ്ടിൻ്റെ വാല്യൂ നോക്കുമ്പോൾ വലിയ ഗ്രോത്ത് ഒന്നും കാണാത്തതുകൊണ്ട് കിട്ടിയത് പോരട്ടെ എന്ന് വിചാരിച്ച് ആ പൈസ എടുത്തോളും. നേരെ മറിച്ച് അതവിടെ 10-15 വർഷം നിന്നാൽ മാത്രമേ കാര്യമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ അച്ചുണ്ട്. അച്ചു മോളെ പേരിൽ എല്ലാ വർഷവും 1 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. 5 വർഷം കഴിഞ്ഞ് അച്ചു നോക്കുമ്പോൾ ഞാൻ 5 ലക്ഷം അടച്ചിട്ട് 4 ലക്ഷം ഉള്ളല്ലോ എന്ന് അച്ചു ചിന്തിക്കുന്നിടത്ത് അച്ഛൻ എന്ത് ചോദിച്ചോ, ഇനി ബാക്കി പോകണ്ട എന്ന് കരുതിയാൽ പൈസ കിട്ടും. പക്ഷെ ആ പണം നമ്മൾ ആ സിസ്റ്റം കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ എത്രയാണോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് 10-15 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഉള്ളൂ, ബെനിഫിറ്റ് കിട്ടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ആദ്യത്തെ 5 വർഷത്തിൻ്റെ ഇടയിലുള്ള കണക്കുകൾ നമ്മൾ വളർച്ച കുറയും. ഇതിന് വേറൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു 10 വർഷത്തേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ മാസം 10,000 രൂപ വെച്ച് ഇടുക എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു 12% വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം നിക്ഷേപിക്കുന്ന പണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 12 lakh ആണ് തോന്നുന്നു. ഈ 12 lakh 12% ആണെങ്കിൽ അത് ഏകദേശം 23-നും 24%-നും 23-24 ലക്ഷത്തിലായിരിക്കും എത്തിച്ചേരുക എന്ന് നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം പോസിബിലിറ്റിയാണ്. നമ്മൾക്ക് ഒരിക്കലും മാർക്കറ്റിനെ എന്ത് ചെയ്യില്ല, പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ പോസിബിലിറ്റിയാണ് പറയുന്നത്. മിനിമം 12% ഗ്രോത്ത് ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഞാൻ 10,000 രൂപ വെച്ച് 10 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 23 മുതൽ 24 ലക്ഷം വരെ 10 വർഷം കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മളിത് യുലിപ്പിലേക്ക് വരികയാണെങ്കിൽ, യുലിപ്പിൽ നമ്മൾ എല്ലാ മാസവും 10,000 ഇടുകയാണെങ്കിൽ നമ്മുടെ പണം, നേരത്തെ നമ്മൾ പറഞ്ഞു 12 ലക്ഷമാണ് നമ്മൾ മൊത്തം ഇടുന്നത്. പക്ഷേ നമ്മുടെ പണം 10 ലക്ഷത്തിനും 10.5 ലക്ഷത്തിനും ഇടയിൽ മാത്രമേ യുലിപ്പിൽ എത്തുള്ളൂ. ബാക്കി പല ചിലവുകളും മറ്റ് ചാർജുകളും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്തായിരിക്കും, മറ്റിടത്ത് 24 lakh വരെ പോകുന്നെങ്കിൽ യുലിപ്പിൽ അത് ഗ്രോത്ത് 19 ലക്ഷത്തിലേക്ക് ഒതുങ്ങും. 19 എന്നാലും വ്യത്യാസം വളരെ ഒരു 4 ലക്ഷത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും അടിക്കാൻ വയ്യ. ഇങ്ങനെ 3-4 സാധനങ്ങളൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഈ ഒരു ഒരൊറ്റ യുലിപ്പിൽ ചേരുകയും ആ യുലിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഭാഗികമായിട്ടെങ്കിലും കുടുംബത്തിൻ്റെ സുരക്ഷ, ഇൻഷുറൻസ് കവറേജ് അല്ലെങ്കിൽ നമുക്ക് സമ്പാദ്യം, പിന്നെ
ഹെൽത്ത് റൈഡർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിൻ്റെ ഒരു നമുക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത വരാത്ത രീതിയിലുള്ള ചില ആനുകൂല്യങ്ങളും യൂലിപ്പിലൂടെ കിട്ടും. അപ്പം അങ്ങനെ അത് ഉപയോഗപ്പെടുത്താം. ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ സുരക്ഷയും പ്രധാനമാണ്, അതുപോലെ കൊടുക്കുന്ന പണവും വർദ്ധിക്കുകയും ചെയ്യണം. ഇങ്ങനെ നോക്കുമ്പോൾ യൂലിപ്പ് എങ്ങനെ സഹായകമാകും? തീർച്ചയായിട്ടും നമ്മൾ പ്രവാസി എന്ന് പറയുമ്പോൾ അധിക പേരും ഒരു മിഡിൽ ക്ലാസ് ആളുകളായിരിക്കും. അവർക്ക് വലിയ സാമ്പത്തിക കോമ്പിനേഷൻസ് ഒന്നും വലിയ അറിവുണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ ചില ഈ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആർക്കായാലും എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ ഇവരുടെ ഒരു കാഠിന്യമേറിയ ജോലിക്കിടയിൽ ഇവർക്ക് പലപ്പോഴും ഇതൊന്ന് അറിഞ്ഞു മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ മാസവും വീട്ടിലേക്ക് പണം അയക്കുന്നത് പോലെ ഒരു 10,000 രൂപ ഈ ഒരു യൂലിപ്പിലേക്ക് മാറ്റി വെച്ചാൽ അയാൾക്ക് ഈ ഒരു കോമ്പിനേഷനെ മുഴുവൻ എന്ത് ചെയ്യുക, കുടുംബത്തിൻ്റെ സുരക്ഷ, അതുപോലെ സമ്പാദ്യം, പിന്നെ ഹെൽത്തിൻ്റെ എന്തെങ്കിലും സംഭവം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അയാൾക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരം കോംപ്ലിക്കേഷനിലൊന്നും താല്പര്യമില്ലാത്തൊരു പ്രവാസിക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ മതി, ഒരു യൂലിപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യും, വർക്കൗട്ടാവും. അപ്പോൾ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന എളുപ്പമാണ്. അയാൾക്ക് മ്യൂച്വൽ ഫണ്ട് തലവേദനയ്ക്ക് പോകാൻ വയ്യ, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ വയ്യ, അയാൾക്ക് നമ്മൾ ഈ പറയുന്ന ടേം ഇൻഷുറൻസ് അതും അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ പൈസ കൊടുക്കുന്നത്, ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ പണം ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ലെങ്കിൽ അയാൾക്ക് നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ യൂലിപ്പിലേക്ക് പോകുന്നതാണ്. ആ യൂലിപ്പിലെ പണം അയാൾക്ക് കിട്ടുമല്ലോ. അത് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് ചോദിച്ചോട്ടെ, ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയാണോ നമ്മൾ യൂലിപ്പ്? അത് ഓരോ കമ്പനിയുടെ പോളിസി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. അത് ആ കമ്പനിയുടെ പോളിസിയാണ്. അതിനെന്തായാലും IRD ചില റൂളുകൾ, നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി പല റൂളുകളും വെച്ചിട്ടുണ്ടായിരിക്കും. ആ റൂളിന് ഓരോ സ്കീമും നമ്മൾ ഒരു കമ്പനി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കീം IRD കൊടുത്ത് അവരുടെ അപ്രൂവൽ കിട്ടിയിട്ടേ നടത്താൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിലും ആ പ്രൊഡക്റ്റ് IRD എന്ത് ചെയ്യുന്നു വെച്ചാൽ IRD അംഗീകാരം കിട്ടിയാൽ മാത്രമേ ആ റെഗുലേറ്ററി ബോഡിയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ, എങ്ങനെയാണോ സെബി മാർക്കറ്റിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നത് അതുപോലെ ഇൻഷുറൻസ് അതോറിറ്റി എന്ത് ചെയ്യുന്നത്, ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അവരുടെ അപ്രൂവലിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്ന ഓരോ ഇൻഷുറൻസ് ഏജൻറ്റും IRDയുടെ പരീക്ഷകൾ പാസ്സായിരിക്കണം. 2 തരം പരീക്ഷകളുണ്ട്. ഒന്ന് ലൈഫ് ഇൻഷുറൻസിന് ഒരു പരീക്ഷയുണ്ട്, ജനറൽ ഇൻഷുറൻസിന് വേറൊരു പരീക്ഷയുണ്ട്. അപ്പം നിങ്ങളടുത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കുന്ന ഒരാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ലൈസൻസ് വേണം. ലൈഫ് ഇൻഷുറൻസ് LICയുടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്കും ലൈസൻസ് വേണം. ഈ ലൈസൻസ് ഇല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റില്ല. വളരെ ഇപ്പം ക്രിസ്ത്യനിക്കൊക്കെ വളരെ എളുപ്പത്തിൽ പോയിട്ട് എഴുതി എടുക്കാവുന്ന ലൈസൻസാണ്. ആ ലൈസൻസിൽ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കുഞ്ഞു പുസ്തകമാണ്. ആ പുസ്തകം വെച്ചിട്ട് എന്താണ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്, അതിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. നമ്മളൊരു പരീക്ഷ എഴുതുന്നു, നമ്മളെ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഈ ലൈസൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട്, ഇപ്പോൾ HDFCയുടെ എർഗോ ആണെങ്കിൽ എർഗോയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആക്സിസിൻ്റെ മാക്സ് ലൈഫ് ആണെങ്കിൽ മാക്സ് ലൈഫായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ പറ്റുന്ന, LIC ആണെങ്കിൽ LIC ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ പറ്റും. ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നിവാബൂബ അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്ത് പോലത്തെ കമ്പനികളാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ പറ്റും. പലപ്പോഴും ഇത്തരം കമ്പനികൾ തന്നെ ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഈ ലൈസൻസ് എടുക്കുന്ന പരിപാടികളും നടത്തുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ചുരുക്കി പറയുന്നത് ഇതെല്ലാം ഒരു നിയന്ത്രണ ബോഡിയുടെ കീഴിലാണ്. നമുക്ക് തോന്നിയ പോലെ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ആ ഒരു ഗൈഡ് ലൈൻസിനനുസരിച്ച് മാത്രമേ വർക്കൗട്ട് ചെയ്യുള്ളൂ. നമ്മളിനി യൂലിപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 2026 യൂലിപ്പിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആള് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ലോങ് വിഷൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും ഒരു യൂലിപ്പിൽ ചേരുന്ന ഒരാൾ, കുറേ ആളുകൾ അവർ 5 വർഷം കഴിഞ്ഞാൽ പൈസ പിൻവലിച്ചാണ്. എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ, ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ 2000 കാലത്ത് അന്ന് നമ്മുടെ ഇൻഷുറൻസ് സ്വകാര്യ മേഖലയിലേക്ക് വന്ന ആ സമയത്തായിട്ട് HDFC സ്റ്റാൻഡേർഡ് ലൈഫിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ, എന്ന് വെച്ചാൽ നമ്മൾ മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ പറയാമല്ലോ 20 വർഷമായല്ലോ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആളുകളെ ചേർക്കും. ആളുകൾ ഇതിൻ്റെ ഈ വാല്യൂ കുറയുന്നത് കണ്ട അവിടെ നിന്ന് ഇവർ പാനിക്കാവും. അന്ന് ഞാൻ ചേർത്തിയതിൽ ഭൂരിഭാഗം പേരും ഒരു 5 വർഷം കഴിഞ്ഞ് കൃത്യമായിട്ട് പൈസ പിൻവലിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് 5 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് പിൻവലിക്കേണ്ട ഒരു സംഗതിയാണെന്ന് അവരുടെ മനസ്സിൽ പതിയുകയും ഈ 5 വർഷം ഇട്ട പൈസ പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് അതിൽ പൈസ ഇട്ട് പോവുകയും ചെയ്യുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് 1 ലക്ഷം അടച്ച ഒരാൾ, അയാൾ 1 ലക്ഷത്തിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ചിലപ്പോൾ 70,000 കാണുമ്പോൾ അയാൾ പാനിക്കാവും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഞാൻ ഈ തവണ പ്രീമിയം അടച്ചില്ലെങ്കിൽ 70 പോകുമല്ലോ. അപ്പോൾ അയാൾ വീണ്ടും 1 ലക്ഷം ഇടും. അങ്ങനെ അയാൾ എങ്ങനെയെങ്കിലും 5 ലക്ഷം വരെ എത്തിക്കും. 5 ലക്ഷം കഴിയുമ്പോൾ എല്ലാ ചിലവും കഴിഞ്ഞ് അയാളെ പൈസ അതിനേക്കാളും താഴെ കാണുമ്പോൾ അയാൾ പാനിക്കാവും. ആര് പറയുന്നതും കേൾക്കില്ല, അവൻ ഉറപ്പ് കൊടുക്കും. അയാൾ പറയും നിങ്ങൾ കയ്യിൽ വെച്ചോ, അത് ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ അവർ സമ്മതിക്കില്ല.
നമ്മൾ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു, 10 വർഷം മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതും 10 വർഷം യൂലിപ്പിൽ ഇടുന്നതും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ഒരു 3-4 ലക്ഷത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ആളുകൾക്ക് അത്ര കാത്തിരിക്കാനുള്ള സമയമില്ല, ആളുകൾ പാനിക്കായിട്ട് സെല്ല് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തും. ഉദാഹരണത്തിന് ക്രിസ്ത്യനിക്ക് ഒരു 5 ലക്ഷം ആവശ്യമുണ്ട്, യൂലിപ്പിൽ ഒരു 4.5 ലക്ഷം ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ എന്താ ആലോചിക്കാന്നറിയോ, ഇത് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാളും ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ പൈസയല്ലേ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില പോയിട്ട് ആ 4 ലക്ഷം എടുത്ത് വരും. പക്ഷെ നമ്മുടെ വിശാലമായ ഒരു ലോങ് വിഷൻ നമുക്കുണ്ടെങ്കിൽ ആ ലോങ് വിഷനിലേക്ക് തന്നെ അത് മാറ്റി വെച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്ത് അതിന് കിട്ടൂ, വളർച്ച അതിന് കിട്ടൂ. ഈ വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ യൂലിപ്പിൽ ആ പ്രോഡക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിഷൻ ഉറപ്പിക്കുകയാണ്. പിന്നെ ചെലവുകൾ നോക്കണം. കമ്പനികൾ പല തട്ടിപ്പും ചെയ്യും. അവർ മനോഹരമായ ആകർഷകമായ മോഹന വാഗ്ദാനങ്ങൾ നൽകും, അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് വശം മാത്രം നമ്മളെ കാണിച്ചു തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഓരോ ചെലവും നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഇപ്പം നിലവിൽ പല ബാങ്കുകളും പല ഇൻഷുറൻസ് കമ്പനികളും ചെലവ് കുറഞ്ഞ യൂലിപ്പുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചെലവ് കുറഞ്ഞ യൂലിപ്പുകൾ തിരിച്ചെത്തണം. കാരണം പലപ്പോഴും നേരത്തെ കണ്ടു, മ്യൂച്വൽ ഫണ്ടിലേക്ക് 12 ലക്ഷം മുഴുവനായിട്ട് പോയപ്പോൾ 10 ലക്ഷം 10.5 ലക്ഷം മാത്രമാണ് യൂലിപ്പിൽ പോയത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കായി ചിലവായിട്ട് കുറേ പണം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചിലവുകളൊക്കെ നമുക്ക് തിരിച്ചറിയണം. അതിൽ ഏറ്റവും ചിലവ് കുറവ് എവിടെയാണ്, ആ ചിലവ് കുറഞ്ഞ സാധനം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. പിന്നെ മൂന്നാമത്തത്, നമുക്ക് മലയാളിക്ക് അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷ് വായിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്തിനാണ് നമുക്കൊരു ഏജൻറ്റ്? നമുക്ക് ഇന്നിപ്പോൾ ChatGPTയും ജെമിനിയും ഒക്കെ ഉള്ള കാലമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ നോക്കിയിട്ട് ഓൺലൈനായിട്ട് തന്നെ ഓൺലൈനിൽ നോക്കി റിസർച്ച് ചെയ്ത് നമുക്ക് പറ്റിയ പ്രൊഡക്റ്റ് കണ്ടെത്തി ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ആ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഏജൻറ്റിനുള്ള കമ്മീഷൻ പോകും. കമ്മീഷൻ്റെ പൈസ നമുക്ക് ലാഭിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രീമിയം അടയ്ക്കുമ്പോഴും അതിൻ്റെ കമ്മീഷനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ കമ്മീഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ഡയറക്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കണം. നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇപ്പോഴത്തെ പുതിയ എംലിപ്പ് പോലുള്ള സംഗതികളിൽ ഭയങ്കര ടെക് സേവിയാണ്. നമുക്ക് പണ്ട് യൂലിപ്പിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, യൂലിപ്പിനെയും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെയും പോരായ്മ എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടിലെ പണം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിറ്റ് ഒഴിവാക്കി എടുക്കാം. പക്ഷേ ഓടിച്ചെന്നിട്ട് യൂലിപ്പ് വിൽക്കാൻ പറ്റില്ല. പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. ഇവർ പലപ്പോഴും അത് നമുക്ക് ബാക്കെൻഡ് നോക്കിയൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇപ്പം എംലിപ്പ് പോലുള്ള സാധനങ്ങൾ സെല് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് നല്ലൊരു ആപ്പ് തരുന്നുണ്ട്. ഈ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫണ്ട് എവിടെയൊക്കെയാണെന്ന്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന പോലെയല്ല ഈ യൂലിപ്പ് നിക്ഷേപിക്കുന്നത്. യൂലിപ്പ് അതാത് ബാങ്കുകളുടെ ആ ഫണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. IRDയുടെ സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുന്ന ചില ഫണ്ടുകൾ അതാത് ഇൻഷുറൻസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ബാങ്കുകളോ നടത്തുന്നുണ്ടായിരിക്കും. അതിലാണ് അവർ നിക്ഷേപിക്കുക. ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുതിയ സംവിധാനത്തിൽ അല്ലെങ്കിൽ കാലം മാറിയപ്പോൾ കുറേം കൂടി ടെക്നോളജി അഡ്വാൻസ്ഡ് ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ മൊബൈൽ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റും. പണ്ട് ഒക്കെ കൊട്ടക്കണക്കായിരുന്നു. യൂലിപ്പ് നേരത്തെ തുടങ്ങിയ കാലത്ത് തുടക്കത്തിൽ എല്ലാവരും ഒരുവിധം എല്ലാ വീട്ടിലും ഈ യൂലിപ്പിൽ ആൾക്കാർ ചേർത്തിയിട്ടുണ്ടാവും. അത്രമാത്രം മാർക്കറ്റിംഗ് നടന്നിരുന്ന ഒരു കാലത്ത്. ഇപ്പോൾ ആളുകൾക്ക് ആ യൂലിപ്പ് എന്ന് പറയുന്നത് ദേഷ്യം വരും. കാരണം എന്താ പറയുക, ആളുകൾക്ക് അത്രയും പറ്റിക്കപ്പെട്ടെന്ന് തോന്നൽ മലയാളിക്ക് പ്രത്യേകിച്ചുണ്ട്. പക്ഷേ യൂലിപ്പിൻ്റെ സ്വഭാവം മാറി വരുന്നുണ്ട്. എംലിപ്പ് പോലുള്ള കമ്പനികൾ, എംലിപ്പ് പോലുള്ള പ്രൊഡക്റ്റുകൾ, എംലിപ്പ് എന്ന് പറഞ്ഞാൽ യൂലിപ്പ് തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് യൂണിറ്റ് ലിങ്ക്ഡ് എന്നുള്ള വാക്കിനേക്കാളും മലയാളിക്ക് കൂടുതൽ ഹൃദ്യമാകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് കൂടുതൽ ഹൃദ്യമാകാൻ വേണ്ടി എംലിപ്പ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫിനാൻസ് റിലേറ്റഡ് വീഡിയോ യൂട്യൂബിലോ മറ്റോ കാണുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു പരസ്യം കാണാം, മാക്സ് ലൈഫിൻ്റെ പരസ്യം കാണാം. അവർ നിങ്ങളൊരു ചെറിയ പൈസ ഇട്ടുക കോടികൾ റിട്ടേൺ കിട്ടുമെന്ന് പറയുന്ന കണക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് പരസ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ പല കമ്പനികളും ഇത് കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് കുറേയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ആരോടെങ്കിലും യൂലിപ്പ് വാങ്ങാനല്ല, പക്ഷേ നമ്മൾ പറയുന്നത് യൂലിപ്പും നല്ലൊരു നിക്ഷേപ മാർഗ്ഗമാണ്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിക്ഷേപിക്കാൻ. യൂലിപ്പിന് ഒരു 3-in-1 സംഗതിയാണെങ്കിൽ പോലും സിംഗിൾ നിക്ഷേപിച്ചാലാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുക. നമ്മളെല്ലാം കൂടി നിക്ഷേപിക്കുമ്പോൾ അതിന് പരിമിതിയുണ്ട്. എന്നാൽ നമുക്ക് ആ സിംഗിൾ നിക്ഷേപിക്കുമ്പോൾ ഉള്ള തലവേദന എടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമുക്ക് യൂലിപ്പ് നല്ലൊരു ഓപ്ഷനാണ്. യൂലിപ്പ് പഴയ പോലെയല്ല, കുറച്ചുകൂടി ബെനിഫിറ്റൊക്കെ നൽകുന്നുണ്ട്, കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, യൂലിപ്പ് നോക്കാം. നല്ല സമയമാണ്, പുതിയ വർഷം വരികയാണ്, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ഫാമിലിക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
പേരിലല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലാണ് പ്രധാന കാര്യമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലായി. അതായത് വലിയ തലവേദനയൊന്നും എടുക്കാൻ താല്പര്യമില്ല, പണം ദീർഘകാല അടിസ്ഥാനത്തിലാണ് നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ എംലിപ്പും യുലിപ്പും മികച്ച ഒരു ഓപ്ഷനാണ്. കൂടുതൽ വളർച്ചയും കൂടുതൽ സുരക്ഷയുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മൂന്നായി എടുക്കുന്നത് ഒരു ഉചിതമായ തീരുമാനമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.